ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും, അപ്പം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ചില കുക്കിങ്ങും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കൂടുതലും ഇതിൻ്റെ അകത്ത് ഹോം വ്ളോഗ് അല്ലെങ്കിൽ ഒരു കിച്ചൺ വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്ത് ചെയ്തു, ബീഫിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതലായിട്ട് വിചാരിക്കുന്നത് ബീഫ്, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ്, സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഈ തവണ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബീഫ് വറ്റിച്ച് എല്ലാം റെഡിയാക്കി. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് ഫ്രീസറിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചതും ബീഫിൻ്റെ ഒരു സെക്ഷനാണ്. ഇതെന്ന് പറയുന്നതും നമ്മൾ വലിയൊരു കുക്കറിലിട്ടിട്ട് ബീഫ് വറ്റിച്ച് എടുക്കുകയാണ്. അപ്പം ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നല്ല ചൂട് ബീഫ് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടി വലിയൊരു പരന്ന പാത്രത്തിലിട്ട് വെച്ച് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ഇങ്ങനെ പാക്ക് ചെയ്ത് ഓരോന്നായിട്ട് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് പിന്നെ കുറച്ച് ബീഫെന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഈ കൂട്ടൊന്നും എനിക്കറിയത്തില്ല, അമ്മച്ചിക്ക് അറിയത്തുള്ളൂ. എന്താണെങ്കിലും ഇതിലിപ്പോൾ ഞാൻ കാണുന്നത് സവോളയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ ഒരു റെസിപ്പി അറിയത്തില്ല. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇത്ര നാളായിട്ടും മെനക്കെട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ആദ്യം കാണിച്ചത് ബീഫ് വറ്റിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് ബീഫ് റോസ്റ്റാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഉച്ചയൂണ്, ഇന്നത്തെ ലഞ്ചിനുള്ള കുക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വൻപയറും മത്തങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള എരിശ്ശേരി ഉണ്ടല്ലോ, മത്തങ്ങ എരിശ്ശേരി എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, എൻ്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. ഇത് ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിൽ ഞാൻ എടുത്തതാണ്. ഞാൻ ചോറിന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇത് വെറുതെ സ്പൂണിൽ കോരി കഴിക്കാനാണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. മത്തങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, ആ മധുരവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണേലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണേലും ചെറിയ കുഞ്ഞുങ്ങൾക്കാണേലും, ചെറിയ മക്കൾക്കും വലിയ മക്കൾക്കും, ഞാൻ സാറാക്കും ഒക്കെ അത് കോരി കൊടുക്കും. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ചക്കക്കുരു അവിയലാണ്. അപ്പോൾ ചക്കക്കുരു മാത്രമല്ല, എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കുറച്ച് എനിക്ക് കഴിക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിൽ നമ്മുടെ ബാക്ക് ടു ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള 1-2 ഐറ്റംസിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ ലഞ്ച് കുക്കിങ്ങും വിശേഷങ്ങളും എല്ലാം അടുക്കളയിൽ നടക്കുകയാണ്. ഇതെന്ന് പറയുന്നത് അവിയൽ തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ച അവിയലെന്ന് പറയുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ആയിട്ട് അവിയലും ചിക്കൻ ഫ്രൈയും എല്ലാം കിച്ചണിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിസി ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ദിവസത്തേന് വന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അങ്ങനെ പയ്യെ ഓരോ ദിവസം ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 സ്പൂൺ ചോറെടുത്തതിന് ശേഷം ആ ചോറ് നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പോട്ട്, അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറേ എടുത്തുള്ളൂ. എൻ്റെ ലഞ്ചിൻ്റെ ചോറായിട്ട് ഞാൻ ഇതിനെ കൂട്ടുന്നില്ല. ഒരു 2-3 സ്പൂണ് ചോറെടുത്തിട്ട് ആ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കഴിക്കുകയാണ്. ഈ ഒരു ടേസ്റ്റ് നമ്മൾ നോർമലി ചോറെടുത്തിട്ട് ബീഫും കൂട്ടി കഴിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ
2-3 പീസ് ബീഫും കൂടെയൊക്കെ ഇട്ട് കൊടുത്തു. അടിപൊളി, വളരെ രുചിയാണ്. എനിക്ക് സാധാരണ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനിങ്ങനെ കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ മീൻകറിയിലിട്ട് കുഴയ്ക്കുന്നതിനേക്കാളും, മീൻകറി അത്ര ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ട് മീൻകറിയിലിട്ട് കുഴയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ബീഫിൻ്റെയും ചെമ്മീൻ്റെയൊക്കെ പാത്രത്തിൽ ചെയ്യുമ്പോഴത്തേനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് വറ്റിച്ചത് ഏകദേശം നമ്മൾ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബീഫ് റോസ്റ്റ്. അപ്പം അമ്മച്ചി അത് പറഞ്ഞു, ഇത് കോരാറായിട്ടില്ല, കുറേ നേരം കിടന്നിട്ട് ആ സവോളയൊക്കെ വെന്തലിയണം, അതിനുശേഷമാണ് ബീഫും സവോള തേങ്ങാക്കൊത്ത് മിക്സൊക്കെ ഒരുമിച്ചാക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ ഇങ്ങനെ കിടക്കുകയാണ്, കുറേ നേരം കിടക്കുകയാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യും, ചെറിയ വളരെ കൊച്ചു പാക്കായിട്ട് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം ഇത് അപ്പോൾ എന്താ പറയുക, സവോള ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാലും ആദ്യം പത്തിരിക്കും ചോറിനും ഒക്കെ എടുക്കുന്നത് ഈ ബീഫ് റോസ്റ്റ് ആയിരിക്കും. വറ്റിച്ച് വെച്ചത് കുറച്ച് മുന്നോട്ട് ഇരുന്നോളും. അപ്പം വറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു വളരെ കുറച്ച് രീതിയിലാണ് അത് വേവിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന രീതിയിൽ കുക്കറിലിട്ട് പൊടികളൊക്കെ ചേർത്ത് ഞാൻ വെക്കും. ഇതെന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട്, ചീത്തയായി പോവാതെ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്ന ഒരു പരുവത്തിൽ വളരെ കുറച്ച് ചെറുതായിട്ടൊന്ന് വേവ് കയറ്റിയിട്ടാണ് ആ ബീഫ് വറ്റിച്ചതൊക്കെ കൊണ്ടുപോകുന്നത്. ഇതെന്ന് പറയുന്നത് വെൽ കുക്ക്ഡാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസങ്ങളിൽ എന്താ പറയുക, ഞാൻ പത്തിരി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പത്തിരിയും കൂട്ടി ചോറും കൂട്ടിയൊക്കെ നമുക്ക് ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് ഇതാ നമ്മളപ്പോൾ അതിന് ശേഷം നമ്മുടെ സവോളയൊക്കെ വെന്തലിഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബീഫും സവോളയും തേങ്ങാക്കൊത്തും എല്ലാം കുറേ നേരം ഒരുമിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അമ്മച്ചിയുടെ ചിക്കൻ റോസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഇതും ഒരു ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില, ഇതൊക്കെ വീട്ടിൽ ഓൾമോസ്റ്റ് കുറേ ഐറ്റംസൊക്കെ അമ്മച്ചി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും അതുപോലെ തന്നെ വത്തൽമുളക് ക്രഷ് ചെയ്തതും എല്ലാം ആ ബീഫിലേക്ക് ചേർക്കുകയാണ്. എല്ലാം കൂടെ ചേർത്ത് കുറേ നേരം കൂടെ അത് കുറേ നേരം കൂടി അത് കിടന്ന് വെന്ത് അലിയണം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം പിന്നീട് ഇതും കൂടി പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ പോകാൻ ഇനി ഒരുപാട് ഡേയ്സ് ഇനിയിപ്പം അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇടിച്ചു വെച്ചിട്ടുണ്ട്, ചമ്മന്തിപ്പൊടി കുറച്ച് കൂടുതൽ ഇടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരം പിക്കിൾസ്, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ജാതിക്ക അച്ചാർ, അങ്ങനെ കുറേ തരം അച്ചാറുകൾ. പിന്നെ സ്പൈസസ്, അതായത് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എല്ലാം സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ചോറിൻ്റെ കറികളെല്ലാം അടുപ്പിച്ച് ഞാനപ്പം ഈ തിരക്കിനിടയിൽ ഞാനും അമ്മച്ചിയും കുറച്ച് പണിയാണ്. ഞാനെന്ന് പറഞ്ഞാൽ വെറുതെ തട്ടിയും മുട്ടിയും നിൽക്കുന്നതേ ഉള്ളൂ. ശരിക്കും തിരക്ക് പിടിച്ച് കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് അമ്മച്ചി തന്നെയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ഈയിടെ നാട്ടിലുണ്ടായിരുന്നു, അവൻ ലീവിന് വന്നു. അവനും ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ അമ്മച്ചി റെഡിയാക്കി കൊടുത്തു വിട്ടു. അപ്പോൾ അടുത്തത് ബ്രദർ പോയതിന് ശേഷം പിന്നീട് ഞാൻ വന്നു. അപ്പോഴും അമ്മച്ചി അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി. ഞാനും എൻ്റെ ഡേറ്റും ഏകദേശം കുറച്ച് ഡേയ്സിനുള്ളിൽ നമ്മളും തിരിച്ചു പോകേണ്ട ടൈമാകും. അപ്പോൾ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് അപ്പോൾ അമ്മച്ചി റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് റോസ്റ്റിൽ നിന്നൊക്കെ കുറച്ച് ബീഫ് എടുത്തു, ഒരു ചിക്കൻ ഫ്രൈ, ചക്കക്കുരു, മുരിങ്ങക്കോൽ തേങ്ങ അരച്ച കറി, മത്തങ്ങ എരിശ്ശേരി, പിന്നെ അവിയൽ എല്ലാം കൂടെ ചേർത്ത് വിഭവസമൃദ്ധമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഉച്ചയൂണ് പാസ്സാക്കുകയാണ്. അപ്പോൾ കറി എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഇതുപോലെ തന്നെയാണ്, ഒരു 5-6 കൂട്ടം കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, ഭയങ്കര ടേസ്റ്റാണ്. മത്തങ്ങ എരിശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വലിയ ബൗള് കഴിച്ചു, വെറുതെ കോരി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറിനും ഞാൻ ആ മത്തങ്ങ എരിശ്ശേരി എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓരോ ബീഫിൻ്റെ പരിപാടി എന്ന് പറയുന്നത് എന്താണേലും ബീഫിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ഹർബറിയായിട്ട് ഒരുമിച്ച് ചെയ്ത് അങ്ങ് ആവാതെ ഓരോ ദിവസങ്ങളിലും ഓരോരോ ഐറ്റംസ് സെറ്റാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, അമ്മച്ചീനെ കുട്ടികളെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ പയ്യെ ഇനി ഓരോ ദിവസം ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനും റെഡിയാക്കാനും ഒക്കെ ഞാൻ പയ്യനെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാര്യം ഡേയ്സ് ഇനി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടെ ലാസ്റ്റത്തേന് കൂട്ടി വെച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ പയ്യെ മടുക്കാതെ എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം, കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, അടുപ്പിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ ഉച്ചയൂണ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഊണിൻ്റെ ഒന്നും ഡീറ്റെയിൽഡായിട്ട് പറയാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന ഓൾറെഡി ഇടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഊണും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, കഴിക്കുന്ന ഷോട്ടിൻ്റെ ഭാഗത്തൊന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടിപൊളിയായിട്ടുണ്ട്. ഈ വെള്ള കളറിന് കാണുന്നത് നല്ല കരിക്ക് പാകത്തിലുള്ള നല്ല കിളുന്ത് തേങ്ങാക്കൊത്താണേ. അപ്പം നന്നായിട്ട് ആ തേങ്ങാക്കൊത്ത് ആ ബീഫ് റോസ്റ്റിൽ കിടന്ന് കടിക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ളത് ബീഫ് റോസ്റ്റാണ്, കൊണ്ടുപോകാനുള്ള ബീഫ് റോസ്റ്റാണ്. പിന്നെ മറ്റേതെന്ന് പറയുന്നത് ബീഫ് വറ്റിച്ചതാണ്. അതിൻ്റെ വേവെന്ന് പറയുന്നത് വളരെ ചെറിയ വേവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഡേയ്സ് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വേവ് വളരെ കുറവും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ വീട്ടിൽ കൂട്ടാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചൂടാറിയതിന് ശേഷം പാക്കറ്റ്സിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇത് പാക്കറ്റ്സിലേക്കൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രീസറിലേക്ക് ഇന്ന് തന്നെ മാറ്റുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പാക്കിംഗ് വീഡിയോ ഒക്കെ കാണിക്കാം. എനിക്ക് കുറച്ച് കൂടുതൽ ചക്കക്കുരു, ഇതുപോലെ തന്നെ ഈ ബീഫ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ തന്നെ ചക്കക്കുരുവൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. പിന്നെ കുറേ തരം പിക്കിൾസ് ഉണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്. ഞാൻ എൻ്റെ പാക്കിംഗ് വീഡിയോ എന്താണേലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ സാറാമോക്ക് കുറച്ച് ചോറെടുത്തതാണ്. അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറെടുത്തു. പിന്നെ അവൾക്ക് ഒരു ചെറിയ പീസ് ചിക്കൻ ഫ്രൈ, പിന്നെ എന്താ പറയുക, നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി, പിന്നെ അവൾക്ക് കുറച്ച് ബീഫ്, അമ്മച്ചിയുടെ ബീഫ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും കഴിക്കുകയായിരുന്നു. ഭയങ്കര ഒരു രസമാണ്. ഞാനൊന്നും ബീഫ് റോസ്റ്റ് വെച്ചെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. ഭയങ്കര ഒരു അടിപൊളി ടേസ്റ്റാണ് അമ്മച്ചിയുടെ ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത്. ആ കരിക്കിൻ്റെ കുറച്ചും കൂടെ മൂത്ത ഒരു ഫോമാണെന്ന് തോന്നുന്നു ഈ തേങ്ങാക്കൊത്തായിട്ട് ഇട്ടിരിക്കുന്നത്. എന്നാൽ തേങ്ങയുടെ ആ ഒരു എന്താ പറയുക, നന്നായിട്ട് മൂത്ത ഒരു പരുവുമല്ല, ഇളം പരുവുമല്ല, ഒരു ഇടത്തരം പരുവുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ബീഫ് റോസ്റ്റും കാര്യങ്ങളും എല്ലാം, ബീഫ് റോസ്റ്റും എല്ലാം പാക്ക് ചെയ്തു. അതിന് ശേഷം പാത്രത്തിൽ ഞാൻ കുറച്ച് മിച്ചം വെച്ചതിന് ശേഷം അത് ഞാനൊരു പാത്രത്തിലേക്ക് കോരിയതിന് ശേഷം എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും വെറുതെ ആ പാത്രം വെള്ളം ഊറ്റി മാറ്റി കഴുകി മാറ്റാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇത് ടൈമെന്ന് പറയുന്നത് ഈവനിങ് ആയി കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് കഴിച്ചതല്ല ഞാനപ്പം ഇത്രയും ചോറുണ്ടാകുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അപ്പം ഡിന്നറിന് ഞാൻ ഇതാണ് കഴിച്ചത്. ഞാൻ ഡിന്നറിന് വേറെ ഒന്നും എടുത്തില്ല. അപ്പോൾ നൈറ്റ് വരെ ആ പാത്രം അവിടെ ഇരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എനിക്ക് ഡിന്നറിന് ഇനി വേറെ സ്പെഷ്യലായിട്ടൊന്നും കഴിക്കാൻ വേണ്ട. ഇത് കുറച്ച് ചോറ്, ഒരു 2-3 സ്പൂൺ ചോറെടുത്ത് അതിലേക്ക് നന്നായിട്ട് ആ ബീഫ് റോസ്റ്റിലേക്ക് നന്നായിട്ടിട്ട് കുഴച്ചതിന് ശേഷം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ആ സവോളയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും വത്തൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് ഓയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ എൻ്റെ ഫുഡ് കഴിപ്പെന്ന് പറയുന്നത് കൂടുതലും ചോറിലും ബീഫിലും മുങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ആ ഒരു ചീനച്ചട്ടി ഇരുന്നത് കൊണ്ട്, ആ ഒരു എന്താ പറയുക, ബീഫ് ഉണ്ടാക്കി ആ ഒരു പോട്ട് ഇരുന്നത് കൊണ്ട് എനിക്കത് എന്താ പറയുക, വെള്ളമൊഴിച്ച് കഴുകി മാറ്റാനായിട്ട് തോന്നിയില്ല. അപ്പം അതിലേക്കും നന്നായിട്ട് ചോറിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല അളവിൽ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ലവേഴ്സൊക്കെ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നതും ഒക്കെ. പക്ഷേ എന്താ പറയുക, യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വരവും പോക്കുമൊക്കെ ഈ പ്രാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു, ഹോം വ്ലോഗാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.